ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ആമി സോയി. ഞാൻ ആമി. സോ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. സോ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് മലേഷ്യയാണ്. ഞങ്ങളങ്ങനെ രാത്രിയാണ് മലേഷ്യയിൽ എത്തുന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ദി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നായിരുന്നു. ഞങ്ങൾക്കങ്ങനെ കുറേ ഫ്രൂട്ട്സും ബ്രെഡ് ബട്ടർ പിന്നെ ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മളിപ്പോൾ മലേഷ്യയിലാണ്. ഇവിടെ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യൂ. ഞങ്ങൾ ഇനി നമ്മുടെ റൂമിലോട്ട് പോകണം റെഡി ആവാൻ. നമ്മൾ പ്രോബബ്ലി ഫസ്റ്റ് നമ്മൾ ബാട്ടു കേവ്സിലോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ബാട്ടു കേവ്സിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ. നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാവരും റെഡി നിൽപ്പുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾ മലേഷ്യ ഫുള്ള് ട്രാവൽ ചെയ്തത് ഗ്രാബ് വഴിയാണ്. ഗ്രാബ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഊബർ പോലെ അവിടെ ഗ്രാബ് എന്നാണ് പറയുന്നത്. ഈവൻ വിയറ്റ്നാമിലും ഗ്രാബ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് കാറും ഓട്ടോയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ടാണ് ഞങ്ങൾ ബാട്ടു കേവ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ബാട്ടു കേവ്സിലോട്ട് നമുക്ക് പോകാനായിട്ട് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലത്തിൽ ഒരു സ്ഥലമായിരുന്നു ബാട്ടു കേവ്സ് എന്നുള്ളത്. സോ നമുക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴേ മുരുകൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും കേട്ടോ. നമ്മളങ്ങോട്ട് നടക്കുമ്പോഴേ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ അവിടെ ഒരു പാർക്ക് പോലത്തെ ഉണ്ട്, ആനിമൽ പാർക്ക് പോലെ. വെള്ള മയിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കാണാനുള്ള സമയം കിട്ടിയില്ല. അവിടെ കുരങ്ങന്മാർ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കോവിലോട്ട് കയറാൻ പോയി. ഇത് ആ കാണുന്ന സ്റ്റെപ്പ് മൊത്തം കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. അങ്ങനെ ഞാനും കാർത്തേട്ടനും കൂടെയാണ് മേളിലോട്ട് പോയത്. ആസിഫേട്ടനും സാഹിയും കുഞ്ഞും വന്നില്ല. കാരണം വിയറ്റ്നാമിൽ തന്നെ രണ്ടിടത്ത് ഇതേപോലെ സ്റ്റെപ്പ് കയറാൻ ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. അത് പോരാഞ്ഞിട്ട് കാർത്തിയേട്ടനാണെങ്കിൽ തന്നെ എനിക്കൊരു കമ്പനിക്ക് വേണ്ടി വന്നതാണ്, ഫുള്ള് കയറത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെ കാണുന്ന പോലെ കാർത്തിയേട്ട പകുതിക്ക് വെച്ച് നിന്നു. ബാക്കി മൊത്തം ഞാൻ ആണ് കയറിയത്. കാർത്തിയേട്ടൻ വന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്തു. ഞാൻ മേളിൽ കയറിയതിന് ശേഷം മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേനും പിന്നെ കാർത്തിയേട്ടൻ പെട്ടെന്ന് ഓടി മേളിലോട്ട്. കാരണം മേളിൽ കയറിയാൽ നമുക്ക് മഴ നനയാതെ കുറച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മഴ പെയ്ത സമയത്ത് പുള്ളിക്കാരൻ മേളിലോട്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളി ഫുള്ള് കയറി വന്നിട്ടില്ല. അങ്ങനെ ഞാനങ്ങനെ ഉള്ളിലോട്ട് ചെന്നു, കോവിലിൽ ചെന്നു, തൊഴുതു. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല ഭംഗിയായിരുന്നു ആ കേവിനകത്ത് ഉള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് മഴയുണ്ടായിരുന്നു. മഴയുള്ളതുകൊണ്ട് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേവിനകത്ത് ആ മഴയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്തായാലും മലേഷ്യയിൽ വരുന്നവർക്ക് ആരും മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ്. എന്നാലും ഞാൻ പറയുവാണ്, ബാട്ടു കേവ്സ് മിസ് ചെയ്യരുത്. നല്ലൊരു സ്പോട്ടാണ്, ഉറപ്പായിട്ടും വരണം. പിന്നെ അതുപോലെ നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ നിറച്ചും പ്രാവുണ്ട് കേട്ടോ. അവിടെ കുറേ പേര് ഫുഡൊക്കെ മേടിച്ച്, അതായത് ഈ നെല്ല്, അരി, അതേപോലത്തെ സാധനങ്ങൾ, പുരിയൊക്കെ മേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ആ പ്രാവ് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് കൂട്ടം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ പറന്നു. അങ്ങനെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെയാണ്. ഞാനാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഇവരുടെ സ്റ്റാൻഡ് കുറേ സാധനങ്ങൾ എൻ്റെ മണ്ടിക്കുണ്ട്. ഹെയർ സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് മാറ്റി, കാരണം ഫോട്ടോ എടുത്തപ്പോൾ കൊള്ളത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ടാണ് കാർത്തിട്ട് മുകളിലോട്ട് ഓടിക്കയറിയത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആ തളർച്ച, ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ തളർച്ച ഒന്ന് മാറ്റാനായിട്ട് ഞങ്ങൾ ജ്യൂസ് മേടിച്ച് കുടിച്ചു.
അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് വന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുമ്മാ അതുവഴി ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത്. കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഫുഡൊക്കെ നമുക്ക് അവിടെ കിട്ടും. അത് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. ഞങ്ങൾ ഇച്ചിരി നേരം കിടന്നുറങ്ങി. ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുറത്താണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ടോയ്സൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത് പോകുന്ന ട്വിൻ ടവറിലോട്ടാണ് കേട്ടോ. രാത്രിയത്തെ ട്വിൻ ടവറിലെ വ്യൂ സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടാണ് വൈകുന്നേരം, അതായത് രാത്രി സമയത്ത് ട്വിൻ ടവർ കാണാൻ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നമ്മൾ നോർമലി ഫോട്ടോ എടുക്കാൻ നിന്നാൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടത്തില്ല. അവിടെ പേ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അതായത് ഒരാളുടെ ഫോട്ടോയ്ക്ക് നമുക്ക് 3 ഫോട്ടോ കിട്ടും. ഒരാളുടെ ഫോട്ടോയ്ക്ക് 20 റിങ്കറ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് കപ്പിളായിട്ടോ ഗ്രൂപ്പായിട്ടോ എങ്ങനെ വേണോ എടുക്കാം. സോ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ട്വിൻ ടവറിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളിപ്പോൾ പെട്രോമാക്സ് ട്വിൻ ടവറിനകത്താണുള്ളത്. ഫസ്റ്റ് ഫ്ലോർ ഫ്രീ ആണ്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാൻ പെർ പേഴ്സൺ 99 സംതിങ് റിങ്കറ്റ്, 90 or 99 റിങ്കറ്റ് ആണ് പറഞ്ഞത്. നമ്മൾ വെള്ളോട്ട് പോകുന്നില്ല, നമ്മൾ താഴെ മാത്രം ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് പോകാം. നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ആ ഫോട്ടോഷൂട്ട് നടക്കുന്നതിനിടയിൽ ഇവിടെ കണ്ടോ ഒരാൾ ഇവിടെ ട്വിൻ ടവർ മൊത്തം നിരങ്ങി നടക്കുകയാണ്. ട്വിൻ ടവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ജലാൻ അലാൻ ഫുഡ് സ്ട്രീറ്റാണ്. ഇങ്ങനെയാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞങ്ങൾ വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. ഒരുപാട്, അത് കൂടുതലും നമ്മുടെ കണവയില്ലേ അതിൻ്റെ വലുതുണ്ടല്ലോ, അതാണ് ഒക്ടോപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ എന്തോ സാധനമാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ, ബീഫ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ജ്യൂസും പിന്നെ കബാബ് പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ചിക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. നല്ല രസമാണ്. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് കണവയാണ് കേട്ടോ. വലിയ കണവ അവർ ഡീപ്പ് ഫ്രൈ ചെയ്ത് വച്ചേക്കുന്ന സാധനമാണ്. അങ്ങനെ ഞങ്ങൾ മിക്കതിൻ്റെയും ഇങ്ങനെ പേരെന്തോ, കാരണം ക്രോക്കഡൈലൊക്കെ കിട്ടും എന്നൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ചോദിച്ചായിരുന്നു. പിന്നെ അതുപോലെ ഡ്യൂറിയൻ ഒരുപാട് അവിടെ കണ്ടായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവാണ്, എന്നാലും നമ്മൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങളിങ്ങനെ ഫുള്ളിങ്ങനെ കറങ്ങി നടക്കുക. ഞങ്ങൾക്ക് കണ്ടിട്ട് ചെയ്യണം എന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഞങ്ങളങ്ങനെ മേടിച്ച് ടേസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ നൈറ്റ് ഫുള്ള് അവിടെയാണ് എക്സ്പ്ലോർ ചെയ്തത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡും ആയിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് ജ്യൂസും ഒക്കെ ട്രൈ ചെയ്തു. ഈ കാണുന്ന 3 കളറിൽ അത് വന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, അവക്കാഡോ ആണ്. ഷേക്ക് പോലത്തെ ഒരിതാണ്. അത് 10 റിങ്കറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അത് ഒരെണ്ണം ട്രൈ ചെയ്തു. അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് ഒരെണ്ണം 10 റിങ്കറ്റിന് വെച്ചിരുന്നു. തൊട്ടപ്പുറത്തെ കടയിൽ 7 റിങ്കറ്റ് എങ്ങാണ്ടോ ഞങ്ങൾ മേടിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് കണ്ടത്. പിന്നെ ഇത് വന്നിട്ട് തായ് ബോബയാണ്. എനിക്ക് ആക്ച്വലി ബോബയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് മാച്ച ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മാച്ച ട്രൈ ചെയ്തു. അതേപോലെ എനിക്ക് ബോബയും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ വന്ന് ബോബ കണ്ടപ്പോഴത്തേനും ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ നിന്നും മേടിച്ചു.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇങ്ങനത്തെ ജ്യൂസ് അവിടെ നിന്ന് മേടിക്കുമ്പോഴേ ഈ അവക്കാഡോ, മാംഗോ ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഷേക്ക് പോലത്തെ സാധനം കുഴപ്പമില്ല. പക്ഷേ ഈ തായ് ബോബയില്ലേ, അത് പിന്നെ ഞങ്ങൾ രാവിലെ കുടിച്ച ലെമൺ ജ്യൂസ്, ഇതിനകത്ത് അത്രയും ഐസാണ് കേട്ടോ. ഈ ജ്യൂസ് വളരെ കുറവാണ്, മൊത്തം ഐസ് പൊട്ടിച്ച് കുഞ്ഞിതായിട്ട് പൊട്ടിച്ചിട്ടിരിക്കുന്നതാണ്. ജ്യൂസ് വളരെ കുറവാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട് ഇത് ഗ്ലാസ് ഫുൾ ഐസ് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ജ്യൂസിൻ്റെ ഇതിൽ. പിന്നെ ഫുഡ്സാണ് നിങ്ങൾ കാണുന്നത്, ക്രാബ്, ഓയിസ്റ്റേഴ്സ്, ലോബ്സ്റ്റർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ചിക്കൻ ആയിക്കോട്ടെ എല്ലാം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഈ പറഞ്ഞ കണക്ക് കുറച്ചൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ കണ്ടു പോവുകയാണ് ചെയ്തത്. നല്ല രസമായിരുന്നു കേട്ടോ, കാണാൻ തന്നെ ഒരു ഭംഗിയായതെല്ലാം. ഇത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നായിരുന്നു. ഫ്രൂട്ട്സ്, ചായ, ജ്യൂസ്. ഇന്ന് പൂരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി റെഡിയാവാൻ. ഹലോ, അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ നമ്മുടെ ട്രിപ്പിൻ്റെ. ആൻഡ് ഇപ്പം നമ്മളിതേ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് രാത്രി 10:30 ഫ്ലൈറ്റ് കേട്ടോ. അവിടെ നിന്ന് കോലാലംപൂർ ടു ട്രിവാൻഡ്രം രാത്രി 10:30 ഫ്ലൈറ്റ്. നമ്മളിതേ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഈ താഴെ ലോബിയിൽ കൊണ്ടുവന്ന് ലഗേജ് വെച്ച് ചെക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്നത്. മിക്കവാറും ചൈന ടൗൺ മാർക്കറ്റ് ആയിരിക്കും. സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളുമാണ് ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് ലഗേജ് എടുത്തുകൊണ്ട് രാത്രി എയർപോർട്ടിലോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നത്തത്. ദ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ദൈവത്തിന് നന്ദി. കാരണം ഒരുപാട് നാളത്തെ, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം എൻ്റെതെന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ 2 കൺട്രീസ് നമുക്ക് കാണാൻ പറ്റി. സോ താങ്ക്ഫുൾ, സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് തിരിച്ചു പോകുന്നതിൽ ഇച്ചിരി സങ്കടമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് മീൻസ് ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് തീർന്നു എന്നുള്ളതിൽ ചെറിയൊരു സങ്കടമുണ്ട്. ബട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അതുകൊണ്ട് സോ വി ആർ ലീവിങ് നൗ. ആൻഡ് നമ്മളിനി വെട്ടം കുറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി താഴെ ലോബിയിൽ ചെന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സോ യാ, ഞങ്ങളങ്ങനെ റെഡിയായിട്ട് ചൈന ടൗണിലോട്ടാണ് വന്നത്. വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് തന്നെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇതാണ് ചൈന ടൗണിൻ്റെ ഫ്രണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്സ് നമുക്ക് കാണാം. ക്ലോത്ത്സിൻ്റെ, ബാഗ്സിൻ്റെ ഒക്കെ. നമുക്ക് ഈ ഒറിജിനലില്ലേ, ഗൂച്ചി, LV, ഇതിൻ്റെയൊക്കെ ഒറിജിനലിൻ്റെ കോപ്പിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലെ അടുത്ത ഐറ്റം വന്നു മാംഗോ സ്റ്റിക്കി റൈസ്. മലേഷ്യയിലെ മാംഗോ സ്റ്റിക്കി റൈസാണ് ദി ഒത്തൻറ്റിക് മാംഗോ സ്റ്റിക്കി റൈസ് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ നമ്മളും അങ്ങനെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിങ്ങനെ എസ്തെറ്റിക്കലി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മാംഗോ സ്റ്റിക്കി റൈസ് എടുക്കുന്നതാണ് കാണും.
ഐസ് മാത്രമേ ഉള്ളൂ. അല്ലല്ലോ കൊള്ളാം. ഇവിടുത്തെ ഡ്രിങ്ക്സ് മിക്കതും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫുള്ള് ബ്രാൻഡ് കോപ്പി മാത്രമേ ഉള്ളൂ. ചൈന ടൗൺ ചീപ്പല്ല, ഒട്ടും ചീപ്പല്ല. ചീപ്പാണെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. നമുക്ക് ഈ ലോക്കൽ സാധനങ്ങൾ ലോക്കലായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വരണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബ്രാൻഡഡ് സാധനങ്ങളുടെ കോപ്പിയാണ് ഇവിടെ ഉള്ളത്. അതപ്പോൾ ബ്രാൻഡഡിന് അത്രയും വാല്യൂ ഉള്ളപ്പോൾ അതിൻ്റെ കോപ്പിക്ക് അതേപോലെ റേറ്റ് വരും. അങ്ങനെ ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നു. അതിൻ്റെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴത്തേനും മുട്ടായി മേടിച്ചിട്ട് പോകാനായിട്ട് ആ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മുട്ടായിയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറച്ചേരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. ഞങ്ങൾ ഓൾറെഡി ചെക്കൗട്ട് ചെയ്തിട്ടാണ് നിന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗ് എടുത്തു. ഞങ്ങൾ ഗ്രാബ് എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് കോലാലംപൂർ എയർപോർട്ടിലെത്തി. കുറച്ചൊന്ന് ലേറ്റായിപ്പോൾ, അതുകൊണ്ട് ഓടിപ്പടച്ചാണ് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്. 10:30 ഫ്ലൈറ്റ് ഇപ്പം 12:50 വരാൻ പോകുന്നത്. സോ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഓക്കെ, അപ്പോൾ നമ്മളിത് ലാസ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കൂടെ തീർന്നിരിക്കുകയാണ്. സോ എന്താ പറയണേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഹോളിഡേയ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.